സമ്പന്നരിൽ അധികവും പുരുഷന്മാരാണ്. സ്ത്രീകൾക്ക് പണക്കാരിയാകാൻ ഈ 10 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സ്ത്രീകൾക്ക് പണം നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുമെങ്കിലും അവർക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കാറില്ല. കയ്യിലുള്ള പണം മാറ്റിവെക്കാനും സാധിക്കുന്നില്ല. ഇതിന് പ്രതിവിധിയാകുന്ന 10 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. നിങ്ങളുടെ പെൺ സുഹൃത്തുക്കൾക്ക് നിർബന്ധമായും ഇത് ഷെയർ ചെയ്യണം. പരമാവധി സ്ത്രീകളിലേക്ക് ഈ വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതാണ്. 10 കാര്യങ്ങൾ ഞാനിതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണേ. ഒന്നാമത്തെ കാര്യം, യാദൃശ്ചികമായി വരുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിയണം എന്നാണ്. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ചിലവുകളും മരണം പോലുള്ള കാര്യങ്ങളും, പിന്നെ ഇന്ന് സ്ത്രീകൾക്കിടയിൽ കൂടുതലായി ഉണ്ടാകുന്ന അസുഖമാണല്ലോ ബ്രസ്റ്റ് ക്യാൻസർ. ഇതുപോലുള്ള കാര്യങ്ങളും സീരിയസ് ആയി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും വേണമെന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് എന്ന് അറിയുമായിരിക്കും. എന്നാൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ടേം ഇൻഷുറൻസിനെ കുറിച്ച് അധികമാരും സംസാരിക്കാറില്ല. അതിനെക്കുറിച്ചും സ്ത്രീകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. മാസം വെറും 478 രൂപ മാറ്റിവെക്കുകയാണെങ്കിൽ 1 കോടി രൂപ തിരികെ ലഭിക്കാനുള്ള അവസരം വരെ നിങ്ങൾക്കുണ്ട്. പോളിസി അടച്ചുകൊണ്ടിരിക്കുമ്പോൾ പോളിസി ഹോൾഡറിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വലിയൊരു തുക കുടുംബത്തിന് ലഭിക്കുന്ന തരം പോളിസികളാണ് ഈ ടേം ഇൻഷുറൻസുകൾ. നമ്മളില്ലാതിരുന്നാലും നമ്മൾ ഉണ്ടാക്കിയ ബാധ്യതകളൊന്നും തന്നെ നമ്മുടെ കുടുംബത്തെ ബാധിക്കാതെ നമ്മുടെ അഭാവത്തിലും അവരുടെ ജീവിതം സുരക്ഷിതമാക്കി നിർത്താൻ ഇതിലൂടെ സാധിക്കും. മരിച്ചാൽ മാത്രമല്ല, ക്യാൻസർ പോലുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് വന്നാൽ പോലും നമുക്ക് ഭീമമായ തുക പ്രൊവൈഡ് ചെയ്യാൻ ഇത്തരം പോളിസികൾക്ക് സാധിക്കും. സ്ത്രീകൾക്കിടയിൽ സ്തനാർബുദം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന കാര്യം അറിയാമല്ലോ. 1990 മുതൽ 2016 വരെയുള്ള കാലയളവിൽ സ്ത്രീകളുടെ സ്തനാർബുദത്തിന്റെ നിരക്ക് 39.1% വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വരും വർഷങ്ങളിൽ ഇത് കൂടുകയല്ലാതെ കുറയാൻ യാതൊരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് നമുക്കിത് എടുത്തു വയ്ക്കാവുന്നതാണ്. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ സ്ത്രീകൾ അറിയാറില്ല. പുരുഷനേക്കാൾ 15% മുതൽ 30% വരെ പ്രീമിയം തുക കുറവിൽ ടേം ഇൻഷുറൻസ് സ്വന്തമാക്കാൻ സ്ത്രീകൾക്ക് അവസരമുണ്ട്. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലിങ്കിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ലിങ്കിൽ ഫോൺ നമ്പർ നൽകുകയാണെങ്കിൽ മലയാളത്തിൽ തന്നെ കസ്റ്റമർ കെയർ സപ്പോർട്ടും ലഭ്യമാണ്. ഇന്ത്യയിലെ 51 ഇൻഷുറൻസ് പാർട്ട്നേഴ്സിന്റെ പ്ലാനുകൾ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായത് മാത്രം വലിയ ഡിസ്കൗണ്ടോടെ തിരഞ്ഞെടുക്കാൻ ഇവിടെ അവസരമുണ്ട്. അപ്പോൾ വൈകണ്ട, സാമ്പത്തിക സുരക്ഷയുടെ ഒരു ഭാഗമായി കണ്ട് ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കുക. രണ്ടാമത്തെ കാര്യം, ജോലി ചെയ്ത് സമ്പന്നയാകാമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് തന്നെ സമ്പന്നയാകാമെങ്കിൽ നിങ്ങളുടെ ശമ്പളം പ്രതിമാസം കുറഞ്ഞത് 20,000 രൂപ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പണത്തിൻ്റെ 50, 30, 20 നിയമം പാലിക്കുകയാണ്. നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി നിങ്ങളുടെ ശമ്പളത്തിൻ്റെ 50% ചെലവഴിക്കുക. വാടക, EMI ബില്ലുകൾ, ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയവയാണ് ആ ഇനത്തിൽ വരുന്നത്. നിങ്ങളുടെ ഹോബികൾക്കായി 30% പണം ചെലവഴിക്കാം. ഉദാഹരണത്തിന് ഒരു സിനിമ കാണുക, അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങൾ വാങ്ങുക, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമല്ലോ. അതിനൊക്കെ വേണ്ടിയാണല്ലോ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നത്. പിന്നീടുള്ള നിങ്ങളുടെ ശമ്പളത്തിന്റെ 20% ലാഭിക്കണം. ഇതാണ് നിങ്ങളെ സമ്പന്നയാക്കുന്നത്. 20,000ന്റെ 20% 4,000 രൂപയാണ്. ഒരു വർഷം അത് 48,000 രൂപയായി മാറും. മൂന്നാമത്തെ കാര്യം, ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കോടീശ്വരിയാകാൻ വല്ല ലോട്ടറിയും അടിക്കേണ്ടി വരും. അല്ലാതെ അത് സംഭവിക്കുകയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ പ്രതിമാസ വരുമാനം 20,000 രൂപയാണെന്നിരിക്കട്ടെ, 10 വർഷം കഴിയുമ്പോഴും ഈ തുക തന്നെയാകുമോ ലഭിക്കുക? ഇതിന്റെ എത്രയോ ഇരട്ടിയാകും വരുമാനം എന്ന കാര്യത്തിൽ സംശയമില്ല. വരുമാനത്തിൽ നിന്ന് നിശ്ചിത ശതമാനം ഓരോ മാസവും നിക്ഷേപിക്കാനായി നീക്കിവെക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. വരുമാനം കൂടുന്നതിനനുസൃതമായി നിക്ഷേപിക്കുന്ന തുകയിലും വർധനവുണ്ടാക്കിയെടുക്കുക. നാലാമത്തെ കാര്യം, നിക്ഷേപത്തെ സീരിയസ് ആയി തന്നെ കാണുക എന്നതാണ്. പണം സമ്പാദിക്കാനുള്ള മികച്ച വഴി നിക്ഷേപിക്കുക എന്ന് തന്നെയാണ്. മാത്രവുമല്ല, നിക്ഷേപത്തെ വളരെ സീരിയസ് ആയി കാണുകയും വേണം. അത്യാവശ്യ ഘട്ടത്തിൽ പോലും നിക്ഷേപത്തിൽ നിന്ന് പണം പിൻവലിക്കരുത്. നിങ്ങൾ ഈ തുക ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കണം. അതിൽ നല്ല വരുമാനം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, സേവിംഗ് ഫണ്ട്, FD എങ്ങനെ എന്തുമാകാം. ശമ്പളം കൂടുന്നതിനനുസൃതമായി നിങ്ങൾക്ക് നിക്ഷേപം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. കൂടാതെ ആവശ്യമായ ചെലവുകളിൽ നിന്ന് മിച്ചം വരുന്ന തുകയും നിക്ഷേപിക്കുക. നിങ്ങളുടെ യഥാർത്ഥ നിക്ഷേപവും അതിൽ ലഭിക്കുന്ന കൂട്ടുപലിശയും ഭാവിയിൽ നിങ്ങളെ സമ്പന്നയാക്കും. അഞ്ചാമത്തെ കാര്യം, കടം വാങ്ങാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നതാണ്. സമ്പന്നരായ വ്യക്തികൾ വായ്പകൾ എടുക്കുന്നത് അതിൽ നിന്ന് മികച്ച വരുമാനം ഉണ്ടാക്കുന്നതിനാണ്. സമ്പന്നരെ സമ്പന്നരാക്കിയ വസ്തുക്കൾ വാങ്ങാനാണ് പാവപ്പെട്ടവർ വായ്പ എടുക്കുന്നത്. സാമ്പത്തികമായി മെച്ചമുണ്ടെങ്കിൽ വായ്പ എടുത്ത് കാറ് വാങ്ങാം. അല്ലെങ്കിൽ സമ്പാദിച്ച പണം കൊണ്ട് ഭാവിയിൽ കാറ് സ്വന്തമാക്കാൻ ശ്രമിക്കുക. ചെറിയ കടങ്ങളെ അല്ല പറയുന്നത് കേട്ടോ. ഒരുപാട് കടമെടുത്ത് ഭാവിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത് എന്നതാണ്. അടുത്തത്, സമ്പത്തിനെ സ്നേഹിക്കുക എന്നതാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്തവർ ആരും തന്നെയില്ല. എന്നാൽ അതിന് മുൻഗണന നൽകുന്നവർ മാത്രമേ സമ്പന്നരാകാറുള്ളൂ.
പണത്തെ അവഗണിക്കുകയാണെങ്കിൽ പണം നിങ്ങളെയും അവഗണിക്കാൻ തുടങ്ങും. നിക്ഷേപത്തിന് ജീവിതത്തിൽ സ്ഥാനം നൽകിയാൽ സമ്പത്ത് നിങ്ങളെ തേടി തന്നെ വരും. പണമാണ് എല്ലാം എന്നല്ല പറയുന്നത്, എന്നാൽ പണത്തിന് നമ്മുടെ ജീവിതത്തിൽ നല്ല സ്ഥാനം തന്നെ നൽകണമെന്നാണ്. ഏഴാമത്തെ കാര്യം, മരിക്കുമ്പോൾ സമ്പന്നനായിരിക്കണം എന്ന ചിന്ത ഉണ്ടാകണമെന്നാണ്. ദരിദ്രനായി ജനിച്ചത് ഒരിക്കലും നിങ്ങളുടെ കുറ്റമല്ല. എന്നാൽ ദരിദ്രനായിട്ടാണ് മരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമായിരിക്കും എന്ന് കേട്ടിട്ടില്ലേ? ലോകസമ്പന്നനായ ബിൽ ഗേറ്റ്സിന്റെ വാക്കുകളാണിത്. സമ്പന്നനാകാനാണ് ജനിച്ചത് എന്ന തിരിച്ചറിവാണ് ആദ്യം നമുക്ക് വേണ്ടത്. എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന ചിന്ത നമ്മളെ വളർത്തുകയില്ല. എട്ടാമത്തെ കാര്യം, സമ്പന്നന്മാരെ റോൾ മോഡൽ ആക്കണം എന്നാണ്. ധനികരുടെ കഥ കേൾക്കുകയും അവരുടെ വഴികൾ മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഭൂരിഭാഗം പേരും മധ്യവർഗ കുടുംബത്തിലോ അതിന് താഴെയോ ആകും ജനിച്ചതും വളർന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തയും മൂല്യങ്ങളുമൊക്കെ അതിനോട് അധിഷ്ഠിതമായിരിക്കാം. എന്നാൽ സമ്പന്നന്മാരുടെ ജീവിതം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വഴി അതിൽ മാറ്റം സംഭവിക്കുകയും ചെയ്യും. 9, വലിയ സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കുക എന്നതാണ്. വലിയ സ്വപ്നങ്ങളാണ് നമ്മൾ എപ്പോഴും കാണേണ്ടത്. 1 ലക്ഷമോ 10 ലക്ഷമോ അല്ല, കോടികൾ സ്വപ്നം കാണാൻ നമ്മൾ ശീലിക്കണം. ലോകത്ത് പണത്തിന് ഒരു കുറവുമില്ല. വലിയ കാര്യങ്ങൾ സ്വപ്നം കാണുന്നവരുടെ എണ്ണത്തിൽ മാത്രമാണ് കുറവുള്ളത്. അതിന് എനിക്ക് കഴിയുമോ എന്നല്ല, കഴിയുമെന്നാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ വീടും അടുക്കളയും മാത്രമല്ല, വലിയ ലോകമുണ്ട്. അവിടെ സുഖമായി കഴിയാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ കയ്യിലും കാശ് വേണം. 10, പൊങ്ങച്ചം കാണിക്കാതിരിക്കുക എന്നതാണ്. നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം നിക്ഷേപത്തിന് മാറ്റിവെക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പൊങ്ങച്ചം കാണിക്കാതിരിക്കുക എന്നത്. സ്ത്രീകൾക്കിടയിൽ മാത്രമല്ല, പുരുഷന്മാർക്കിടയിലും ഇത്തരം ടെൻഡൻസികൾ കാണാറുണ്ട്. ചെറിയ തുക വീതം ചിട്ടയായി നിക്ഷേപിച്ച് സാമ്പത്തിക സുരക്ഷ കൈവരിക്കുന്നത് വരെ വില കൂടിയ ഗാഡ്ജറ്റുകളോ ആഡംബര കാറോ സ്വന്തമാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാതിരിക്കുക. സമ്പന്നനായാൽ അതേക്കുറിച്ച് ആലോചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പൊങ്ങച്ചക്കാരനാകാൻ ശ്രമിക്കാതെ ബുദ്ധിമാനാവുകയാണ് ഇവിടെ വേണ്ടത്. അതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. പണം ഉണ്ടാക്കാൻ എളുപ്പ വഴികളൊന്നും സ്വീകരിക്കാതിരിക്കുകയാണ് നല്ലത്. ഇങ്ങനെ പലരും പലരെയും പറ്റിച്ച കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അത്തരം ചതിക്കുഴികളിലൊന്നും പോയി വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വരുമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് കോടീശ്വരിയാകാൻ ഇന്നത്തെ കാലത്ത് അവസരങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാർഗങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ശമ്പളം വാങ്ങിക്കൊണ്ട് തന്നെ നമുക്കും കോടീശ്വരിയാകാൻ അവസരമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് സ്ഥാനാർബുദമൊക്കെ വളരെ കോമൺ ആയിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ നിർബന്ധമായും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കണം. അധികം സ്ത്രീകളും ഇതൊന്നും ശ്രദ്ധിക്കാറും അറിയാറും ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ നിർബന്ധമായും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ചെറിയ തുക മാത്രം നൽകി വലിയ കവറേജുള്ള ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സുരക്ഷിത ബോധവും നൽകുന്നതായിരിക്കും. ഞാൻ നൽകിയ ലിങ്കിലൂടെ നോക്കിയാൽ ഇന്ത്യയിലെ 51 ഇൻഷുറൻസ് പാർട്ട്നേഴ്സിന്റെ പ്ലാനുകൾ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട്. ഈ അവസരം ഒരിക്കലും നിങ്ങൾ പാഴാക്കി കളയരുത്. നമ്മുടെ സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഭാഗമായി ഇത് എടുത്തു വയ്ക്കാൻ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ അറിവുകൾ എല്ലാ സ്ത്രീകളിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.